കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നും വരുത്തുന്നതും ഭവാൻ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിക്കുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. ശിവ ശിവ, എന്താ ഇപ്പോ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയൊക്കെ ചൊല്ലുന്നേ എന്നൊരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ നിന്നുണ്ടാവും. ഉണ്ട്, കാരണമുണ്ടല്ലോ. കാരണം 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തിപ്പതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാളിക മുകളിലേറി 7-14 ലോകവും തനിക്ക് കീഴിലാണ് എന്ന് ധരിച്ചിരുന്ന ചില ആളുകളുണ്ടല്ലോ നമ്മുടെ നാട്ടില്. അതായത് 10 വർഷക്കാലം കേരളം ഭരിച്ചിരുന്ന ഏകഛത്രാധിപതിയായി നാട് വാണരുളിയിരുന്ന പിണറായി തമ്പുരാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, കാരണഭൂതൻ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഇന്നലെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുന്നതിന് വേണ്ടി 2 ദിവസം മുമ്പ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ. എന്നാൽ ഡൽഹിയിൽ നിന്ന് ഇന്നലെ 2:50 ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഒരു വിമാനം, ഇൻഡിഗോ വിമാനം എന്ന് പറയുമ്പോൾ അറിയാലോ, പിണറായി വിജയന് വിമാനം ഇറങ്ങുന്ന സന്ദർഭത്തിൽ ചില യൂത്ത് കോൺഗ്രസ് പിള്ളേര് ഇൻഡിഗോ വിമാനത്തിൽ വെച്ച് കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ EP ജയരാജൻ ആ കുട്ടികളെ ഇടിച്ച് തറയിൽ താഴെ ഇട്ടു. പിന്നീട് ആ വിമാനം ആയിട്ടുള്ള നിയമ നടപടികളൊക്കെ നമ്മൾ കണ്ടറിഞ്ഞാണല്ലോ. ആ വിമാനത്തിൽ തന്നെ ഡൽഹി എയർപോർട്ടിൽ നിന്ന് 2:50 ഇൻഡിഗോ വിമാനത്തിൽ പിണറായി വിജയൻ വരാൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ കൂടിക്കൊണ്ടിരിക്കുന്ന CPM-ന്റെ ആസ്ഥാനത്ത് നിന്ന് ഇറങ്ങുന്നു. എന്തൊക്കെ കഴിച്ചു എന്ന് വാരി കഴിച്ചു എന്നൊക്കെ ഒരു പേരൊക്കെ വരുത്തി. കാരണം ഉച്ച സമയമാണല്ലോ. ഏതാണ്ട് 2:20 കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹി വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ VIP ആയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നപ്പോൾ ആ വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപേ എത്തുള്ളൂ. അങ്ങനെ വന്നിരിക്കുമ്പോൾ വിമാന കമ്പനിയുടെ ഉദ്യോഗസ്ഥരാരെങ്കിലും ചെന്ന് പിണറായി വിജയനെ, ആളും ആരോ ഒന്നും ഇല്ല വിമാനത്താവളത്തിൽ അനുവദിക്കാൻ പാടില്ലല്ലോ, ആനയും അമ്പാരിയും ഒന്നും പറ്റില്ലല്ലോ. എന്നാൽ അവര് നേരെ ഉദ്യോഗസ്ഥർ ചെന്ന് വരൂ എന്ന് ചുവപ്പ് പരവതാനിയിലൂടെ വിമാനത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോയി അവിടെ സീറ്റിലിരുത്തി ബെൽറ്റൊക്കെ ഇടിച്ച് വിമാനത്താവളത്തിൽ അവിടെ ഇങ്ങനെ ഇരുത്തും. അങ്ങനെ വിമാനത്തിൽ കയറ്റി സീറ്റൊക്കെ ഇടിച്ചിരുത്തുന്ന പിണറായി വിജയൻ അങ്ങനെ മാത്രമേ വിമാനത്താവളത്തിൽ ഇതുവരെ എഴുന്നള്ളിയിരുന്നുള്ളൂ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തെ. ഇപ്പോൾ ഇന്നലെ 2:20 ഡൽഹി വിമാനത്താവളത്തിൽ വന്നിരുന്ന പിണറായി വിജയൻ കൂടെ സെക്രട്ടറി ഉണ്ട്. 2:50 വിമാനം പുറപ്പെടുമെന്ന് പറഞ്ഞിട്ട് എന്താണ്ട് 2:20 2:30 ആയിട്ടും പിണറായി വിജയനെ കൂട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇപ്പോഴാണ് വിമാനം ഇപ്പൊ പുറപ്പെടും എന്ന് പറയാനോ ഒന്നും ആരും എത്തുന്നില്ല. അതായത് ഒരു പട്ടിയും തിരിഞ്ഞു നോക്കണില്ല എന്ന് മലയാളത്തിൽ പറയാം. അതാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ പറഞ്ഞതേ. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടപ്പതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ. തോളിൽ അക്ഷരാർത്ഥത്തിൽ ഒരു കീറ മാറാപ്പ് ചാർത്തി കൊടുത്തല്ലോ. ആരുമില്ല, ആളും ആരവോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഏകഛത്രാധിപതി ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വെള്ളയൊക്കെ ഇട്ട് VIP ലോഞ്ചിൽ ഡൽഹി വിമാനത്താവളത്തിൽ ഇങ്ങനെ തനിച്ചിരിക്കുന്നു. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കാൻ ലോഞ്ചിൽ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കാം എന്നൊക്കെ അല്ലാണ്ട് വേറെ ഒന്നും നടക്കണം. ഒരാളും ഒരു പട്ടിച്ചാത്തിനും മൈൻഡ് ചെയ്യുന്നില്ല. ഇത് തന്നെയാണല്ലോ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ മുഖ്യമന്ത്രി അവിടെ സിമെന്റ് ബെഞ്ചിൽ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. സിമെന്റ് ബെഞ്ചല്ല കേട്ടോ, സ്റ്റീൽ ബെഞ്ചായി. കാലം മാറിയല്ലോ. അപ്പൊ അവിടെ അന്ന് ആളും ആരോ ഒന്നുമില്ല. 10-40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മൊബൈൽ ജാമർ, ആംബുലൻസ്, പോലീസിന്റെ ഇടിവണ്ടി എന്ന് വേണ്ട 500 പോലീസുകാരെങ്കിലും അകമ്പടിയായിട്ട് വേറെ ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചിരുന്ന പിണറായി വിജയൻ ശിവ ഡൽഹി വിമാനത്താവളത്തിൽ ഒറ്റയ്ക്ക് താടിക്ക് കൈയും കൊടുത്ത് അവിടെ ഇരിക്കുന്ന കാഴ്ച പെറ്റ തള്ള കണ്ടാൽ സഹിക്കില്ലായിരുന്നു. ആ കാര്യം പിണറായി വിജയന്റെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും കണ്ടാൽ ആ ഇരിപ്പ് സഹിക്കില്ല. എന്തു പറ്റി എന്നിട്ട് ആരും വന്നൂല്ല. ഈ കേരള ഹൗസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു VIP വരുന്നുണ്ട്. VIP എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് തന്നെയാണല്ലോ പിണറായി വിജയൻ. അപ്പോൾ ക്യാബിനറ്റ് റാങ്കാണ്, മന്ത്രിയുടെ പദവി തന്നെയാണ്. ഒരു VIP വരേണ്ടെന്ന് കേരള ഹൗസിൽ നിന്ന് ഇൻഡിഗോ വിമാനത്തിന്റെ അധികൃതർ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ പിണറായി വിജയൻ എത്തിയപ്പോൾ ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. അവിടെ ഇരുന്ന് ഈച്ചയാട്ടാന്നല്ലാണ്ട് ഒരു കാര്യമില്ല. സാധാരണഗതിയിൽ വിമാനത്താവളത്തിൽ ലോഞ്ചിൽ അനൗൺസ് ചെയ്യും, ഇന്ന വിമാനം ഇത്ര മണിക്ക് പുറപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡിംഗ് പാസ് ഒക്കെ കൊടുത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഈ ഡൽഹിയിൽ സൈലൻസ് പ്രോട്ടോകോൾ ഉള്ളത് കാരണം, അതായത് വിമാനത്താവളത്തിലേക്ക് സൈലൻസ് പ്രോട്ടോകോൾ ഉള്ള കാരണം അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഒരാളും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതുമില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് പിന്നെ എന്താ രക്ഷ? രാത്രി 8 മണിയുടെ വിമാനത്തിനാണ് പിണറായി വിജയൻ കേരളത്തിലേക്ക് തിരിച്ചത് എന്നുള്ളതാണ്.
അപ്പൊ ഈ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി ഏതൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ ആ റോഡിലേക്കുള്ള ഇടറോഡുകളും സിഗ്നലുകളും എല്ലാം ഓഫ് ചെയ്തിട്ട് സാധാരണക്കാരന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നിഷേധിച്ചുകൊണ്ട് തടഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി ശീഘ്രം വിട്ടുപോണ കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതേ. ഒരു മനുഷ്യനെയും ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല. ഒരാൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഉടനെ ആശുപത്രിയിൽ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയൻ കടന്നു പോകുന്നത് വരെ അവിടെ കാത്തിരിക്കണമായിരുന്നു. അപ്പോഴേക്കും ചിലപ്പോൾ രോഗി മരിച്ചാൽ അങ്ങനെയായി. അതിനൊന്നും ആർക്കും ഒരു വിരോധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകഛത്രാധിപതിയായി നാട്ടുകാരെ മുഴുവൻ ബുദ്ധിമുട്ടിച്ച് കേരളത്തിൽ ഭരിച്ച ഈ പിണറായി വിജയൻ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ വിമാനം കാത്തിരിക്കുന്ന ഒരു കാഴ്ച അയ്യോ കണ്ടാൽ സഹിക്കില്ല. ശിവ എന്തായി കണ്ടത്? പൂന്താനം ഈ പിണറായി വിജയന്റെ അവസ്ഥ കണ്ടിട്ടാണോ അന്ന് മാളികമുകളിൽ എഴുതിയ മന്നന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നത് ഭവാൻ എന്ന് എഴുതിയത് എന്നുള്ളത് അറിയില്ല. എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളതൊന്ന് മാറ്റി പറയുന്നു, പഴമൊഴി ഒന്ന് മാറ്റി പറയുന്നു. കൊടുത്താൽ ഇപ്പോൾ ഡൽഹിയിലും കിട്ടും, ഡൽഹി വിമാനത്താവളത്തിലും കിട്ടും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയേ. എന്താ ചെയ്യുക? അതായത് നമ്മൾ ചെയ്തു കൂട്ടുന്നത് എവിടെയായാലും കാലദേശ ഭേദങ്ങൾ എവിടെ ചെന്നാലും അത് അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെ അത്ര ഈ പിണറായി വിജയന്റെ അനുഭവം കാണുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നതേ. ഒറ്റയ്ക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു, ചുറ്റിനും പരിവാരങ്ങളും എന്ത് വേണം സാർ വരൂ സാർ എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്ന ഒരാളും കാണുന്നില്ല. ഇൻഡിഗോ വിമാനം ഇങ്ങനെ ചതിക്കും എന്ന് പിണറായി വിജയൻ വിചാരിച്ചോ? എന്തായാലും ഇപ്പോ ഇൻഡിഗോ വിമാന കമ്പനിയുടെ അധികൃതർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള തട്ടിൽ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങൾ പോണത്. എന്തുകൊണ്ടൊരു VIP വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞിട്ട് അവർ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത്. എന്തായാലും കാലം കരുതി വെച്ചത് അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ. എത്രയോ ആളുകളെ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇതുപോലെ വഴിയിലും അല്ലെങ്കിൽ മരച്ചുവട്ടിലും ഒക്കെ കാത്തിരുത്തിയിട്ടുണ്ട്. എത്രയോ രോഗികളെ മരുന്ന് വാങ്ങിക്കാൻ പോകാൻ അനുവദിക്കാതെ ഈ പിണറായി വിജയന്റെ പോലീസുകാർ വഴിയരികിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കടന്നു പോയിട്ട് നിങ്ങൾ പോയാൽ മതി, മുഖ്യമന്ത്രി കടന്നു പോയിട്ട് നിങ്ങൾ മരുന്ന് വാങ്ങിക്കാൻ പോയാൽ മതി, മുഖ്യമന്ത്രി കടന്നു പോയിട്ട് നിങ്ങൾ ആക്സിഡന്റ് ഉണ്ടായ ആളെയും കൊണ്ട് പോയാൽ മതി, എത്ര വലിയ അപകടമാവട്ടെ മുഖ്യമന്ത്രി പോയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് തടഞ്ഞു വെച്ച ഈ പിണറായി വിജയൻ ഇപ്പോ ഡൽഹി വിമാനത്താവളത്തിൽ ഇങ്ങനെ താടിക്ക് കയ്യൂന്നിരിക്കണ കണ്ടപ്പോൾ നമുക്ക് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന അല്ലാതെ എന്താ ഓർമ്മ വരിക? എന്തായാലും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത് പഴമൊഴി മാറ്റി പറയുന്നു. ഇപ്പൊ പലരും കൊടുത്താൽ ഡൽഹിയിലും കിട്ടും. അനുഭവിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ ചെയ്തു കൂട്ടുന്നതിലെല്ലാം. ഈ ചെയ്തു കുട്ടിയന്റെ പാപഭാരങ്ങളൊക്കെ ഓരോന്നായി പിണറായി വിജയൻ ഇങ്ങനെ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്. ശിവ ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് വെള്ളയൊക്കെ ഇട്ട് താടിക്ക് കയ്യൂന്നി എപ്പോഴാ വിമാനം പോണേ, വണ്ടി പോയോ, എന്നെ കയറ്റാണ്ട് പോയോ എന്നൊക്കെ ഇരിക്കുമ്പോഴാണ് ഇൻഡിഗോ വിമാനം ഇങ്ങനെ വിഹായസിലൂടെ പറന്നു പോണത് കണ്ട. അല്ല, ഇത് കേരളത്തിലേക്കുള്ള വിമാനമുള്ള എന്നെ കൂട്ടാണ്ട് പോയല്ലോ എന്ന് ചങ്കത്തടിച്ച് കരഞ്ഞ് അവിടെ ഇരുന്നപ്പോ ഇനിയിപ്പോ ഇപ്പോഴൊന്നും വിമാനം ഇല്ല. എന്തായാലും വൈകുന്നേരമുള്ള 7:50 അല്ലെങ്കിൽ 8 മണിയുടെ ആ വിമാനത്തിന് ഡൽഹിയിലേക്ക് പോകാം, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പോകാം എന്ന് ഒരു കൂട്ടർ വന്ന് സമാധാനിപ്പിച്ചു. അങ്ങനെ തിരിച്ചു പോരേണ്ടി വന്നു. എന്തായാലും ഒരു പട്ടിയും ഒരു പൂച്ചയും ഒരു പട്ടിച്ചാത്തനും തിരിഞ്ഞു നോക്കാനുള്ള കേരളത്തിലെ ഏകഛത്രാധിപതിയായിരുന്ന പിണറായി വിജയൻ ഡൽഹി വിമാനത്താവളത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാഴ്ച സഹിക്കില്ലായിരുന്നേ. എന്താ കഥ? ഇനി ശത്രുക്കൾക്ക് പോലും ഈ ഗതി വരുത്തില്ലേ എന്ന് പിണറായി വിജയൻ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ആരോട് പ്രാർത്ഥിക്കുക? കാരണം മാക്സ് മുത്തപ്പനോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. ഇതുപോലെ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നേരി കാണാട്ടോ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. നമസ്കാരം.